അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകമെമ്പാടും വെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുമ്പോൾ യൂറോപ്പ് അതിശക്തമായി ട്രംപിനെതിരെ രംഗത്ത് വരുന്ന ചിത്രമാണ് കാണുന്നത്. ട്രംപ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള ഞങ്ങളുടെ നീക്കത്തിനെ തടുക്കാൻ യൂറോപ്പ് വരേണ്ടതില്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉക്രൈൻ യുദ്ധത്തിലാണ്, ഉക്രൈൻ യുദ്ധം എന്താവുമെന്ന് യൂറോപ്പ് നോക്കുക, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമില്ല എന്ന് യൂറോപ്പിന് താക്കീത് നൽകിയിരിക്കുന്നു ട്രംപ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ 10% ഈ ഗ്രീൻലാൻഡ് അമേരിക്ക പിടിക്കുന്നതിനെതിരെ നിലപാടെടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ളവർക്ക് ചുമത്താൻ പോകുന്നത് 10%. പക്ഷേ ഗ്രീൻലാൻഡ് അമേരിക്ക ഏറ്റെടുക്കുന്നത് എന്തെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടാൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കെതിരെ 100% തീരുവ ചുമത്തും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെതിരെ യൂറോപ്പിലെ നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ ഈ ഭീഷണി ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല, തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള തരത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങൾ ഇതുവരെ അമേരിക്കയും യൂറോപ്പും സഖ്യകക്ഷികളായി രണ്ടാം ലോക മഹായുദ്ധം മുതൽ ജർമ്മനി ഒഴിച്ചു നിർത്തിയാൽ ഇറ്റലിയും ഒഴിച്ചു നിർത്തിയാൽ ആ തരത്തിലായിരുന്നു. പക്ഷേ യൂറോപ്പ് ആകമാനം അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വരുന്ന ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിലാണ് ട്രംപിൻ്റെ പീസ് ബോർഡ്, ഗസയിലെ സമാധാന പദ്ധതിയുടെ ഭാഗമായി പീസ് ബോർഡ്, സമാധാന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ബോർഡിൽ, ആഗോള ബോർഡിൽ 60 രാജ്യങ്ങളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. ആ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം ട്രംപ് തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ട്രംപിൻ്റെ കീഴിൽ അതിലെ പ്രധാനപ്പെട്ട ഭരണസമിതി അംഗങ്ങളായി ബ്രിട്ടൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന സർ ടോണി ബ്ലെയർ, അതുപോലെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ, അദ്ദേഹത്തിൻ്റെ മരുമകൻ, ട്രംപിൻ്റെ മരുമകൻ ജയർദ് കുഷ്ണർ, അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് പ്രതിനിധി പോലെയുള്ള ഔദ്യോഗിക പ്രതിനിധിയായിട്ട് രാജ്യങ്ങളിലേക്കായിരിക്കുന്ന സ്റ്റീവ് വിറ്റ്ഹോഫ് തുടങ്ങിയ ഒരു അടുക്കള ക്യാബിനറ്റാണ് ഈ ബോർഡിൽ ഉള്ളത്. പക്ഷേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഇതിൽ അംഗമാവാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാൻ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വളരെ രസകരമായി സംഭവിച്ചിരിക്കുന്നത്, ഈ യുക്രൈൻ യുദ്ധത്തിന് നടുവിൽ റഷ്യയെ കൂടി, റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കത്തയച്ചിരിക്കുകയാണ് ട്രംപ് ഗസയിലെ സമാധാന ബോർഡിൽ ചേരാൻ. ഒരു ഭാഗത്ത് യുക്രൈനിൽ പുടിൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇപ്പുറത്ത് ഗസയുടെ സമാധാന ബോർഡിൽ വരാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. ട്രംപിൻ്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭ കടലാസ് സംഘടനയാണ്. ഐക്യരാഷ്ട്രസഭയിൽ ട്രംപിന് വിചാരിച്ച പോലുള്ള സ്വാധീനമില്ല. അതുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമായി ഒരു ബദൽ സംവിധാനം, അമേരിക്കയുടെ മേൽക്കോയ്മയിലുള്ള ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 60 രാജ്യങ്ങളെ ക്ഷണിച്ച കൂട്ടത്തിൽ ഇന്ത്യയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു അഗ്നി പരീക്ഷയാണ്. ഈ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നത് കൊണ്ട് 50% ഇറക്കുമതി തീരുവയുണ്ട്. ഇനി ട്രംപിൻ്റെ ഈ ക്ഷണം നിരസിച്ചാൽ ഇനിയും ഇറക്കുമതി തീരുവ കൂട്ടുമോ എന്നറിയില്ല. ഇനി അഥവാ സ്വീകരിച്ചാൽ അത് ഐക്യരാഷ്ട്രസഭയെയും ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന ലോകക്രമത്തെയും തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാവും എന്നുള്ള ചിന്തയുണ്ട്. പാകിസ്ഥാൻ എന്തായാലും അമേരിക്കയുടെ ക്ഷണം സ്വീകരിച്ചതിൽ ചേരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100 കോടി ആണ് കൊടുക്കേണ്ടത് അതിൽ അംഗത്വം കിട്ടാനായി. പക്ഷേ ആദ്യത്തെ 3 വർഷത്തേക്ക് നൽകേണ്ടതില്ല. 1 വർഷം കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്യണം ഈ 100 കോടി കൊടുക്കുമെന്നുള്ളത്, ഇല്ലെങ്കിൽ പുറത്താക്കും 3 വർഷം കഴിയുമ്പോൾ. അപ്പോൾ 3 വർഷം വരെ സമയമുള്ളതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വേണമെങ്കിൽ ഇന്ത്യക്ക് തീരുമാനിക്കാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റ് റോപ്പ് വാക്കാണ്. വളരെ സൂക്ഷിച്ച് ഇത് ചെയ്തില്ലെങ്കിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിണക്കേണ്ടി വരും. ഇപ്പുറത്ത് അത് അംഗീകരിച്ചാൽ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ, കാരണം ഇന്ത്യ എല്ലാ കാലത്തും പാലസ്തീനെ അനുകൂലിക്കുന്നൊരു രാജ്യമാണ്, പാലസ്തീന് സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കണമെന്ന് പറയുന്ന രാജ്യമാണ് ഇന്ത്യ. അത് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും കാലം മുതലുള്ളതാണ്. പക്ഷേ ഈ പീസ് ബോർഡിൽ വന്നു കഴിഞ്ഞാലുള്ളത് ഈ പാലസ്തീനെ ഒരു കോളനിയായി കാണുന്ന ഒരു തരത്തിലാണ് ട്രംപ് ഇതിനെ കാണുന്നത്. ഒരു വലിയ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ മേൽക്കോയ്മയിലുള്ള ഒരു ബോർഡ്, അവരായിരിക്കും ഗസയെ നിയന്ത്രിക്കുക. പാലസ്തീനികൾക്ക് എന്നുള്ള മുദ്രാവാക്യം ഇല്ലാതാവും. ഗൾഫ് രാജ്യങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ജനതകൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാട്, ഇങ്ങനെയൊരു നിലപാടെടുത്താൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഇന്ത്യ വളരെ സൂക്ഷിച്ച് ഇക്കാര്യത്തിൽ നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ട്രംപിൻ്റെ ഈ ഗസ പീസ് ബോർഡിൽ അംഗമാവണോ വേണ്ടയോ എന്നുള്ളതൊരു പ്രധാന ചോദ്യമായിട്ട് ഉയരുകയാണ്. അതിനിടയിൽ തന്നെ ട്രംപ് ഈ ലോകക്രമത്തെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡാണ് ഒരു പ്രധാന കാര്യമായിട്ട്. ഗ്രീൻലാൻഡിൽ ഈ മണിക്കൂറുകളിൽ തന്നെ 10,000 പങ്കെടുക്കുന്ന പ്രതിഷേധം നടക്കുകയാണ് അമേരിക്കയ്ക്കെതിരെ. അത് അവർ പറയുന്നത് അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ വരേണ്ട കാര്യമില്ല. ഡെൻമാർക്കിൻ്റെ
നിയന്ത്രണത്തിൽ ഓട്ടോണമസ് അധികാരങ്ങളുള്ള ഒരു ഇതാണ് ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. പക്ഷേ ആർട്ടിക് മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് ധാതു സമ്പത്തുള്ളത് കൊണ്ടും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാവുന്നു, അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തുന്നു. ട്രംപ് പറയുന്നത് ഗ്രീൻലാൻഡ് തങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്, ഇല്ലെങ്കിൽ റഷ്യയും ചൈനയും അവിടെ വന്ന് യുദ്ധക്കപ്പലുകളുമായിട്ട് അവിടെ കറങ്ങുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് റഷ്യയുടെയോ ചൈനയുടെയോ ഒരു യുദ്ധക്കപ്പലും ഈ മേഖലയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ട്രംപ് അത് പിടിച്ചടക്കാൻ ന്യായമുണ്ടാക്കുകയാണ്. വെനിൻസുലയെ പിടിക്കാൻ പറഞ്ഞത് അവിടെ നാർക്കോ ടെററിസമാണ്, ലഹരി മരുന്ന് കടത്തുന്നു. അതിൻ്റെ പേരിൽ 10-25 ബോട്ടുകൾ തകർത്തു, മറ്റ് 100-ലേറെ പേർ കൊല്ലപ്പെട്ടു വെനിൻസുലക്കാർ. അതിനുശേഷമാണ് മഡൂറോയെ പിടിക്കാനായിട്ട് അവർ സൈന്യത്തെ ഇറക്കിയത്. അപ്പോൾ ഈ ഒരു ഇറാൻ പ്രശ്നം നിൽക്കുന്നു, അപ്പോൾ യുക്രൈൻ യുദ്ധം നടക്കുന്നു, ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്, സുഡാനിൽ ആഭ്യന്തര കലാപം നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഇപ്പോൾ പുതിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഗ്രീൻലാൻഡ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, വെനിൻസുലയിൽ നടത്തിയ ആക്രമണങ്ങൾ കൊളംബിയയിലും മെക്സിക്കോയിലും നടത്താൻ ഞാൻ തയ്യാറാവും. അപ്പോൾ അതിന് പുറത്തേക്ക് പറയുന്നൊരു ലഹരി കടത്തുണ്ട്. അത് വെനിൻസുലയേക്കാൾ കൂടുതലുള്ളത് കൊളംബിയയിലും പെറുവിലും മെക്സിക്കോയിലുമാണ്. ഡ്രഗ് കാർട്ടലുകളുണ്ട്. പക്ഷെ അവരെ ഒന്നും പിടികൂടാൻ തയ്യാറാവാതെ ആ രാജ്യത്തെ ഭരണം ഏറ്റെടുക്കുക, അവിടുത്തെ എണ്ണ സമ്പത്തും ഇതൊക്കെ കൊള്ളയടിക്കുക എന്ന തരത്തിലേക്ക് അമേരിക്ക ചിന്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ലോകത്ത് ഇതുണ്ടാകുന്നത്. അമേരിക്കയുടെ ഒരു സോഫ്റ്റ് പവർ ഉണ്ടായിരുന്നു, എല്ലാ രാജ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന, ജനാധിപത്യത്തിന് വില നൽകുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഉള്ള ക്രമങ്ങളെ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന് ഇനി 3 വർഷം കൂടി ബാക്കിയുണ്ട്. ഈ ജനുവരി 20-ന് ട്രംപ് അധികാരത്തിലെത്തി ഇന്ന് അധികാരത്തിലെത്തി 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനുവരി 20-നാണ് 2025-ൽ ട്രംപ് അധികാരമേറ്റത്. ട്രംപ് അധികാരമേറ്റ് 1 വർഷം എത്തുമ്പോഴേക്കും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി അടുത്തൊരു 3 വർഷം എന്തായിരിക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ മതി. ജനുവരി 20-ന് അധികാരമേറ്റ് ട്രംപ് 1-ാം വാർഷികം ഇന്ന് പൂർത്തിയാക്കുകയാണ്. അമേരിക്കൻ സമയത്ത് നേരം വെളുത്തിട്ടില്ല, ഇതിലേക്ക് എത്തുന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ജനുവരി 20 എന്നുള്ള ഇന്ത്യയിലെ സമയം അനുസരിച്ച് ജനുവരി 20 ആയി കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് 1 വർഷം തികയുമ്പോൾ ട്രംപ് ഇടപെടാത്ത മേഖലകളില്ല. എവിടേക്കാണ്? ഇറക്കുമതി തീരുവ കൊണ്ട് ലോകം മുഴുവൻ ശ്വാസം മുട്ടിച്ചു. അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ ഇതിൽ പണപ്പെരുപ്പം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും എടുത്തു. അവിടുത്തെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അധികം ഇപ്പോൾ ലോകമെമ്പാടും പിടിച്ചടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് ലാറ്റിൻ അമേരിക്കയിലെ വെനിൻസുവേലയിലായാലും ഇറാനിലായാലും ഗസയിൽ ഇസ്രായേലിന് നൽകിയ പിന്തുണയുടെ കാര്യത്തിലായാലും സിറിയയുമായിട്ട് ചേർന്ന് പോകാൻ തീരുമാനിച്ചതിലായാലും ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ ഇടപെടലിൽ ഉണ്ടായിരുന്ന ഒരു ജനാധിപത്യ സ്വഭാവമോ അല്ലെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാതെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതും ലോകക്രമത്തിൽ മുഴുവൻ അമ്പരപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ട്രംപിന് ഒരുപക്ഷെ പറയാം $1,00,000 കോടി കമ്മിയുള്ള അമേരിക്കയെ സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഞാൻ നടത്തുന്ന യജ്ഞങ്ങളാണ് എന്ന് വാദിക്കാം. പക്ഷേ മറ്റ് രാജ്യങ്ങളുടെ തലയിൽ കയറി അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയാണ് ട്രംപ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നറിയില്ല. ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ കയറി ആക്രമിച്ചതിനെ ഇക്കാര്യത്തിൽ ന്യായീകരിക്കേണ്ടി വരും. കാരണം ട്രംപിന് ഇതൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പാടില്ല എന്ന് റഷ്യ പറയും. ചൈനയ്ക്ക് തായ്വാനിൽ കയറി ആക്രമണം നടത്താം, തായ്വാനെ പിടിച്ചടക്കാം. അപ്പോഴും ചൈനയ്ക്ക് പറയാം ഇതാ ഗ്രീൻലാൻഡിലും വെനിൻസുവേലയിലും അമേരിക്ക കയറി. അപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി കൊടുക്കുകയാണ് അമേരിക്ക എന്നുള്ള വലിയ ആരോപണമുണ്ട്. അമേരിക്കയുടെ ഇപ്പോൾ ഇറാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധക്കപ്പൽ, വിമാനവാഹിനി യുദ്ധക്കപ്പൽ USS അബ്രഹാം ലിങ്കൻ സൗത്ത് ചൈന സീയിൽ തായ്വാന് സംരക്ഷണം ഒരുക്കാൻ നിർത്തിയിട്ടിരുന്നതാണ്, അവിടെ തമ്പടിച്ചിരുന്നതാണ്, അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ തായ്വാൻ്റെ കാര്യത്തിൽ ചൈന എന്ത് ചെയ്യാൻ പോകുന്നു? ഇതൊക്കെ വലിയ തരത്തിൽ എല്ലാവരെയും ആകാംക്ഷയോടെ കാണുന്നതാണ്. ഇന്ത്യയുമായിട്ട് ട്രംപിൻ്റെ ആദ്യകാലത്ത് നല്ല ബന്ധമായിരുന്നു, ജോ ബൈഡൻ്റെ കാലത്തും നല്ല ബന്ധമായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ 2ാം ഘട്ടം വന്നപ്പോൾ ഇന്ത്യയോട് പിണങ്ങുന്നൊരു നിലപാട് സ്വീകരിക്കുകയും പാകിസ്ഥാനുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്ന പാകിസ്ഥാനുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുകയും അവിടുത്തെ സായുധ സേനയുടെയും ഇപ്പോഴത്തെ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഹെഡായിട്ടുള്ള അസീം മുനീറിനെ വിളിച്ചു വരുത്തി വിരുന്നു കൊടുക്കുന്നു, പാകിസ്ഥാനുമായിട്ട് കരാറുണ്ടാക്കുന്നു. അപ്പോൾ ആ തരത്തിൽ പാകിസ്ഥാനുമായി ഒരു ചങ്ങാത്തത്തിൻ്റെ ലൈനിലേക്ക് ട്രംപ് പോകുന്നു. അപ്പോൾ ഒരു അൺപ്രഡിക്റ്റബിളാണ്, ഒരു തരത്തിലും നമുക്ക് നമ്പാൻ കൊള്ളില്ല എന്ന് നാട്ടിൽ പറയുന്ന പോലെ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള തരത്തിലെത്തിയിരിക്കുന്നു. ട്രംപ് എന്ത് പറഞ്ഞാലും അടുത്ത നിമിഷം അത് മാറ്റി പറയും. ആരാണോ ആ സമയത്തുള്ള ആളെ
കൂടെ നിർത്തുക എന്നുള്ള അപ്പുറത്തേക്ക് സ്ഥിരമായ രാഷ്ട്രീയമോ ഒരു നിതാന്തമായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം, മൂല്യങ്ങളുടെ സിസ്റ്റം ഒന്നും ട്രംപിനില്ല. അപ്പോൾ ട്രംപ് ഒരു ഏകാധിപതി എന്ന നിലയിൽ അമേരിക്കയുടെ നിയമങ്ങൾ ചെയ്യുന്നു. അമേരിക്കയിൽ തന്നെ ഇതിനെതിരെ വലിയ എതിർപ്പുണ്ട്. 60-70% ജനങ്ങൾ ട്രംപിൻ്റെ ഈ നയങ്ങളെ അനുകൂലിക്കുന്നില്ല. എന്നാൽ US കോൺഗ്രസിനെ പോലും വില കൽപ്പിക്കാതെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ട്രംപ് ഇതൊന്നും കാര്യമാക്കുന്നില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിലപാടുകൾ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിച്ച് അമേരിക്കൻ പ്രസിഡന്റിനുള്ള അധികാരങ്ങൾ മുഴുവൻ എടുത്ത് പ്രയോഗിക്കുകയാണ് ട്രംപ്. ഇതെവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. എന്തായാലും ഗസ ഇതിൽ സമാധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ ട്രംപ് വെടി നിർത്താൻ സഹായിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിൽ തടവുകാരെ വിട്ടുകൊടുക്കുന്നതിലും ഇതുണ്ടായി. പക്ഷെ പിന്നീട് അവിടെ ഗസയുടെ പുനരുദ്ധാരണം, ഹമാസിനെ നിരായുധീകരിക്കുന്നു പറയുന്നു. പക്ഷേ ഇതുവരെ അത് സംബന്ധിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഹമാസ് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ബോർഡ് സ്ഥാപിച്ച് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫോഴ്സിനെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതിനെതിരെ ട്രംപിൻ്റെ ഈ നീക്കത്തിനെതിരെ ഇസ്രായേൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. ഇതൊന്നും ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, തുർക്കി അടക്കമുള്ള ഇസ്രായേൽ എതിർക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യത്തെ കൊണ്ടുവരുന്നതിനെ ഇസ്രായേൽ എതിർക്കുകയാണ്. അപ്പോൾ ട്രംപ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ രണ്ടാം ഘട്ടം ഗസയുടെ എവിടെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും ട്രംപിൻ്റെ ഇടപാടുകൾ അമേരിക്കയ്ക്കോ ലോകത്തിനോ ഗുണം ചെയ്യുമെന്ന് ഇതുവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഓരോ രാജ്യത്തും കയറി ഇടപെടുകയും അവിടുത്തെ അരാജകത്വം വിതയ്ക്കുകയും ചെയ്യുന്ന പഴയ അമേരിക്കൻ നയങ്ങളെ ഒരുപക്ഷെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഇരട്ടി പ്രഹരമാണ് ട്രംപ് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നതാണ്, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക 20 വർഷം നടത്തിയ ആക്രമണം. അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം കൂടുതൽ പട്ടിണിയിലേക്ക് പോയിട്ടുള്ളൂ, അത് വളർന്നില്ല. അമേരിക്കയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് കോടി ഡോളറിൻ്റെ ആയുധങ്ങളും ഇതാണ് അവിടെ ചെലവിട്ടത്. അതുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്കും ഗുണമുണ്ടായില്ല. ഇറാഖിൽ സദാം ഹുസൈനെ ഓടിച്ചു. ഇറാഖ് അരാജകത്വത്തിലേക്ക് പോയി, IS-ൻ്റെ കയ്യിലേക്ക് പോയി. സദാം ഹുസൈനെ പിടികൂടി കൊലപ്പെടുത്തി. ലിബിയയിൽ ബറാക്ക് ഒബാമയുടെ കാലത്താണ് മുഹമ്മദ് ഗദാഫിയെ ഇതുപോലെ, അത് സമ്പന്നമായ രാജ്യമായിരുന്നു ലിബിയ, പിടികൂടി അദ്ദേഹത്തെ വധിച്ചു, പ്രക്ഷോഭത്തിന് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ തന്നെ പറയുന്നത്, ലിബിയയിൽ അമേരിക്ക ഞങ്ങൾ ഇടപെട്ടത് തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ലിബിയ അരാജകത്വത്തിലേക്ക് പോയി. ഇപ്പോൾ പല രാജ്യങ്ങളിലും ആക്രമിച്ച് കീഴടക്കി ആ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണെന്ന് ട്രംപ് ഭരണകൂടം ഉണ്ടാക്കുന്നതെന്നുള്ള ആരോപണം അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവാസങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്.